الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله سبحانه وتعالى നമുക്ക് തന്ന ഈ ചെറിയ കാല ജീവിതത്തിൽ ചെയ്യാൻ ഒരുപാട് പണിയുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര സാധിക്കുമോ അത്രയും ചെയ്യണം. അല്ലെങ്കിൽ ആഖിറത്തിൽ വല്ലാണ്ട് നമ്മൾ ദുഃഖിക്കും, നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടും, നമ്മൾ വല്ലാണ്ട് കരയും. ഉറപ്പാണ്. നമ്മൾ സാധാരണ ഓതുന്നൊരു സൂറത്തുണ്ടല്ലോ, നമുക്ക് ദുനിയാവിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞാൽ തിരിയൂല. ഇപ്പോൾ അറിയുന്ന ആളും അങ്ങനെ തന്നെ കേൾക്കുന്നവർക്കും നമ്മളെ ഉള്ളിലൊക്കെ അതങ്ങ് ശരിക്കും ആഴ്ന്നങ്ങ് ഇറങ്ങുന്നില്ല. ഒന്നത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ ഇന്ന മിൻ വറായിക്കും അയ്യാമൻ, സഹാബത്തിനോടാ പറയുന്നത്, ഒരു കാലം വരാനുണ്ട്. ആ കാലത്ത് ദീൻ അനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഉള്ളം കയ്യിൽ തീക്കട്ട പിടിക്കുന്നതിന് സമാണ്. അത് ഈ കാലാണ്. സഹാബാക്കളുടെ കാലം എന്തായാലും അല്ല. പക്ഷെ വല്ലാണ്ട് കരയും. പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ സാധാരണ ഓതുന്നൊരു സൂറയാണ്. അബസ സൂറ അബസ. അതിലല്ലേ ഈ ആയത്തുള്ളത്? വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ. അല്ല, ഏത് സൂറത്തിലാണത്? ശരി, ഉസ്താദ് അബസ എന്ന് പറഞ്ഞപ്പോൾ ആബസ. ഫജ്ർ. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം. ഫജ്ർ, നരകത്തെ കൊണ്ടുവരപ്പെടും എന്നാ പറയുന്നത്. മഹ്ശറിൽ നരകത്തെ ഹാജരാക്കും എന്ന് പറഞ്ഞാൽ അവിടെ മുഫസ്സിറുകൾ പറഞ്ഞൊരു അർത്ഥമുണ്ട്. അതായത് സ്വർഗം അല്ലാഹു എല്ലാവർക്കും കാണിക്കുക പോലുമില്ല. അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ അത് കാണാൻ തന്നെ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ചില സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദിന റീഹഹാ. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, എന്നാലും അവർ നഗ്നകളായിരിക്കും. രണ്ടർത്ഥം പറഞ്ഞു പണ്ഡിതന്മാർ. ഒന്ന്, നേർമയുള്ള വസ്ത്രം ധരിക്കുക, ഔറത്ത് മറച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് ഉള്ളു കാണാൻ പറ്റും. ഒന്നുകിൽ തൊലിയുടെ വെളുപ്പ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകൃതി കാണാൻ പറ്റും. ഇത് രണ്ടും പാടില്ല. അല്ലെങ്കിൽ അല്പ വസ്ത്രധാരികൾ, മറക്കണ്ട്, ശരിക്കും മറച്ചിട്ടേ ഉണ്ടാവില്ല, നഗ്നകൾ. ഇത് രണ്ടും ദുനിയാവിലുണ്ട്. ശരിക്കും പെണ്ണ് വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങുമ്പം അവരുടെ തൊലിയുടെ നിറവും കണ്ടുകൂടാ, ശരീരത്തിൻ്റെ ആകൃതിയും കാണാൻ പാടില്ല. അങ്ങനെ ചില പെണ്ണുങ്ങൾ മാഇലാത്തുൻ മുമീലാത്ത്, ആളുകളെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ നടക്കുന്നവൾ. അതിലെന്തെല്ലാം പെട്ടു? ആഭരണങ്ങൾ വരെ പെട്ടു. ശരിക്കും പറഞ്ഞാൽ ആഭരണം പെണ്ണിനുള്ളതാണ്, പക്ഷെ അതാരെ കാണിക്കാൻ? ഭർത്താവിനെ. ഭർത്താവ് ഇപ്പം ഒരു ആഭരണം കണ്ട ഇത് എനിക്ക് ഉണ്ടായില്ല എന്ന് ചോദിച്ചു. അതായത് എൻ്റെ ഉസ്താദ് എപ്പോഴും പറഞ്ഞു, ചില കാര്യങ്ങൾ പറയുമ്പോൾ, പണ്ട് കാലത്തൊക്കെ കോഴി ഇറച്ചി വിൽക്കപ്പെടുന്ന ബോർഡ് ഉണ്ടാവുക, കോഴിൻ്റെ ഇറച്ചി ഉണ്ടാവും. ഇപ്പോൾ എന്താ ബോർഡ്? ഇറച്ചിക്കോഴി വിൽക്കപ്പെടുന്നതാണ്. എല്ലാം ഉൾട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ ആഭരണം പെണ്ണിനുള്ളതാണ്, പക്ഷെ ആ ആഭരണം വെളിയിൽ കാണിക്കൽ മാഇലാത്തുൻ മുമീലാത്തിനും പെട്ടതാണ്. വെളിയിൽ കാണിക്കൽ ആഭരണം പെണ്ണിനെ വെളിയിൽ കാണിക്കാനുള്ളതല്ല, ഭർത്താവിനെ കാണിക്കാനുള്ളതാണ്, അണിയാനുള്ളതാണ്. കളർഫുൾ വസ്ത്രം അതാരെ കാണിക്കാനുള്ളതാണ്? 5000 രൂപയുടെ ഒരു ചുരിദാർ മെമ്മറയിലുണ്ട് ഓളെ, ഒരു 500 രൂപയുടെ ചുരിദാറും ഉണ്ട്.
ഇവള് ഈ 5000 ഉറുപ്പ്യൻ്റെ ചൂരിദാർ ഇടേണ്ടത് എപ്പോഴാ? മാപ്പിള പുറക്കേക്ക് വരുമ്പോൾ. പക്ഷെ ഇന്നോളം ഇടുന്നത് ഏതാ? മാപ്പിള വരുമ്പോൾ 500-ൻ്റെ. അപ്പോൾ ഓരോട് ചോദിച്ചാൽ എന്താണ് എനിക്ക് മറ്റേ ചൂരിദാർ? നിങ്ങൾ കാണിക്കാനല്ലേ, എപ്പോഴും കാണുന്നതല്ലേ. മംഗലത്തിന് പോകുമ്പോൾ 5000-ൻ്റെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. മാഇലാത്തുൻ മുമീലാത്ത്. അന്ന് മുമ്പോട്ടൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മളെ കുറ്റക്കാരാക്കും. പാദസരം പെണ്ണിന് അണിയാം, പക്ഷെ അത് പ്രകടമായിക്കൂടാ. ചെറിയ പെൺകുട്ടികൾക്ക് പാദസരം ഇട്ട് കൊടുത്താൽ അതിലെ ടിങ് ടിങ് സൗണ്ട് ഉണ്ടല്ലോ, വല്ല മക്കളതിനെതിരാണ്, മുറിച്ച് കളയാൻ പറയും. കാരണം അത് നടക്കുമ്പം ആകർഷിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആളുകളുടെ ശ്രദ്ധ മാഇലാത്തും മുമി എന്ന് പറഞ്ഞാൽ ഇസ്ലാം പെണ്ണിനെ വെച്ചിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള, വിലമതിക്കാൻ കഴിയാത്തൊരു മുത്തായി ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ട ഒരു സാധനമായിട്ടാണ്. പക്ഷെ അവളെ ഇന്നാക്കിയത് തെങ്ങിനോട്ടിലിടുന്ന മത്തിനെ പോലെ. അതാണ് പ്രശ്നം. പക്ഷെ ഒരു കാര്യമുണ്ട്, ലാ യദ്ഖുൽനൽ ജന്ന. ഈ അവസ്ഥകളുള്ള പെണ്ണാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദിന റീഹഹ, അതിൻ്റെ മണം പോലും അവൾക്ക് ആസ്വദിക്കാൻ പറ്റൂല. വരീഹുഹാ കദാ വകദാ, ഹദീസുള്ള വാക്കതാണ്. അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഇത്ര ദൂരം വരെ അടിക്കുന്ന മണമാണ്, അതുവരെ ആസ്വദിക്കാൻ പറ്റൂല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. പക്ഷെ നരകം അങ്ങനെയല്ല, അതെല്ലാവരെയും കാണിക്കും. വജീഅ യൗമഇദിൻ ബിജഹന്നം. കാരണം രണ്ട് കാര്യങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞു. ഒന്ന്, നരകത്തിൽ പോകാൻ തീരുമാനിക്കപ്പെട്ട ആളുകൾ അത് കാണലോടുകൂടി അവർക്കുള്ള ശിക്ഷയായി കാണലോടെ ഉരുകി ഒലിക്കാൻ തുടങ്ങും. അതേസമയം മുഅ്മിനുകൾ അത് കണ്ടാൽ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. രക്ഷപ്പെട്ടു പോയി, അല്ലാഹുവേ നിനക്ക് സ്തുതി. പക്ഷെ അള്ളാഹു പറഞ്ഞു, ആ നരകം കാണുന്ന സമയം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. എന്താ അർത്ഥം? ആ ദിവസം മനുഷ്യൻ ചിന്തിക്കും, ആലോചിക്കും, എന്ന് മാറിയാൽ മതിയായിരുന്നു, ശരിയായ മതിയായിരുന്നു. നമ്മളടക്കം, പ്രസംഗിക്കുന്ന ആളുകളടക്കം യതദക്കറുൽ ഇൻസാൻ. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, വഅന്നാ ലഹു ദിക്റ. ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അവിടെ വന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യം? അവിടെ നിന്ന് പറയും, ആളുകൾ ഇങ്ങനെ നിൽക്കുക, ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. തല ഇങ്ങനെ വെക്കൂല അള്ളാഹുവിൻ്റെ കോടതിയിൽ. നാണക്കേട്. അസീസായ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നാണക്കേട്. അള്ളാഹു അസീസായത് കൊണ്ട് ദുനിയാവിൽ ആ കുരുത്തക്കേട് കാണിച്ചപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടു, ഒന്നും ചെയ്യാണ്ട് വിട്ടു. പക്ഷെ അവിടെ എത്തിയാവുമ്പം ഓന് ലജ്ജയായി. എങ്ങനെയപ്പോൾ റബ്ബിൻ്റെ മുഖത്ത് നോക്കുക, ഇത്രയും കുരുത്തക്കേട് കാണിച്ച് വന്നിട്ട്. പക്ഷെ അവൻ തലതായിട്ടിട്ട് തന്നെ പറയും, റബ്ബന അബ്സർന. പറയാം, അർത്ഥം പറയാം, അബ്സർന. അർത്ഥം കണ്ടു, ഈനോണ്ട് കണ്ടു. ബസർ എന്ന് പറഞ്ഞാൽ കണ്ണോണ്ട് കണ്ടു. ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ആ കേട്ടതിനെ അബ്സർന, നേർക്ക് നേരെ കണ്ടു. വസമിഅന, കേൾക്കുകയും ചെയ്തു. അവിടെ എന്താ കേൾക്കാന്നറിയോ? ഏതായിരിക്കും അവർ കേൾക്കാറുള്ളത്? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, നരകത്തിന് ഒരു ശബ്ദമുണ്ട്. നമ്മൾ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കടപ്പുറത്തിനടുത്തുള്ള സ്ഥലങ്ങളിൽ രാത്രിയിൽ നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ? കാണാതെ തന്നെ കേൾക്കുമല്ലോ നമ്മൾ. നരകത്തിന് അത് കത്തിയാളുന്ന സമയത്തൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ വിറക്കും. അത് അന്ന് നീ ഖുർആനിൽ പറഞ്ഞ് ഞാൻ കേട്ടിനി, ഇന്നത് നേർക്ക് നേരെ ചെവിയോണ്ട് കേട്ടു ആ ശബ്ദം. ഫർജിഅന, അതാണ് ആകെ പറയാനുള്ളത്. ഈ കണ്ടതിന് കേട്ടതിന് ബദലായിട്ട് ഫർജിഅന, ഒന്ന് മടക്കി തരി. നഅമൽ സാലിഹൻ, എന്തെങ്കിലും നന്മ ചെയ്യട്ടെ. ഇന്ന മൂഖിനൂൻ. എന്താർത്ഥം? ഇപ്പം നമുക്ക് യഖീനായി. അന്നേരം കേട്ടപ്പെടോ, അങ്ങനെയല്ല ഉണ്ടപ്പോൾ, അങ്ങനെ ഉണ്ടോ ഒരു ഇസ്ലാം, അങ്ങനെ ഉണ്ടോ ഒരു ദീന്? കാരണം അന്നേരം അഖിലായിരുന്നു നമുക്ക് മെയിൻ, ദീനല്ല, നഖിലല്ല. ഖുർആനും ഹദീസിലും ഉണ്ടെങ്കിലും ആളുകൾ എന്ത് ഖബറിൽ അങ്ങനെ പണിച്ചിരിക്കാൻ പറ്റുമോ?
ഖബറിൽ അങ്ങനെ വലിയ ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട് മലക്കിനെ അടിക്കണമെങ്കിൽ അത് പൊന്തിക്കണ്ടേ? 6 മണ്ണിൽ ആ ഇരുമ്പിൻ്റെ ദണ്ട് പൊന്തിക്കാൻ പറ്റുമോ? മഅദല്ലാ. ആളുകൾ അഖിലിൻ്റെ ഉപാധികളായി. പക്ഷെ ഇന്നാ മൂക്കിനൂൻ, ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടും കേട്ടും ചെയ്തപ്പോൾ നമുക്ക് യഖീനായി. അതുകൊണ്ടൊന്ന് പുറത്താക്കി താറബ്ബേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറയുന്നതും ഇരിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ആ ഒരു ദിവസത്തിന് വേണ്ടി തയ്യാറാവാനും ഒരുങ്ങാനും വേണ്ടിയിട്ടാണ്. അതങ്ങനെ നടന്നേ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ ആ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്കിടയിൽ ഏറ്റവും നല്ല അമൽ ചെയ്യേണ്ട സമയമായി പറഞ്ഞു തന്നത് യുവത്വത്തെ പറ്റി പറഞ്ഞപ്പോഴാണ്. വയസ്സായിട്ടല്ല, യുവത്വം പറഞ്ഞപ്പോഴാണ് ഏറ്റവും നന്നായി ചെയ്യാൻ പറഞ്ഞു. അവിടെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലും 2 ഹദീസുകൾ പറഞ്ഞു. ആ രണ്ടിനും എന്തുണ്ട്? യുവത്വത്തിൻ്റെ പ്രത്യേകം ചർച്ചയുണ്ട്. ഒന്ന്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, മുതലെടുക്കാൻ പറഞ്ഞു. ശബാബക ഖബ്ല ഹറമിക്. മറ്റേ ഹദീസ് പറഞ്ഞു, ലാ തസൂലു ഖദമു ബിനി ആദം, ആദം സന്തതികൾക്ക് അനങ്ങാൻ കഴിയൂല ആയുസിനെ പറ്റി ചോദിക്കുന്നവരെ, ആയുസിൽ തന്നെ യുവത്വത്തെ പറ്റി ചോദിക്കുന്നവരെ. ഉലമാക്കൾ പറഞ്ഞു, ഈ 2 കാര്യങ്ങളും അഥവാ ഈ 2 ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവത്വം എന്ന് പറയുന്ന ആ ഒരു സമയത്തെ എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലാവുന്നത് ഇസ്ലാം അത്ര പ്രാധാന്യം ആ ഒരു സമയത്തിന് നൽകുന്നുണ്ട്. വലിഹാദാ ഹറസ الصحابة رضي الله عنهم على تحقيق هذه المعاني الجليلة. സഹാബാക്കൾ അതുകൊണ്ട് തന്നെ യുവത്വത്തിനെ കാണേണ്ട പോലെ കണ്ടു, യുവാക്കളോടും പറയേണ്ട പോലെ അതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്നഹു കാന ഇദാ റഅ അശ്ശബാബ, യുവാക്കളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയുമായിരുന്നു, മർഹബൻ ബിവസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമുക്ക് വസിയ്യത്ത് ചെയ്ത ആളുകളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ യുവാക്കളെ പ്രത്യേകം ഗൗനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഔസാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വസിയ്യത്ത് ചെയ്തിരുന്നു, അൻ യുവസ്സിഅ ലക്കും ഫിൽ മജ്ലിസ്, ഒരു സദസ്സിന് വന്നാൽ നിങ്ങളെ പ്രത്യേകം പരിഗണിച്ച് നിങ്ങൾക്ക് സ്ഥലം തരാം. യുവാക്കളാണ് ഏറ്റവും മുമ്പിൽ വേണ്ടത്, അവരെയാണ് മുമ്പിൽ ഇരുത്തേണ്ടത്, അവർക്കാണ് നമ്മൾ വഴികൾ മാറിക്കൊടുക്കേണ്ടത്. ഹദീസ, നിങ്ങൾക്ക് ഹദീസുകൾ പഠിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറയാം. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദേഹം ഷഹീദാകുന്നത് ഉഹുദിൽ എത്രാമത്തെ വയസ്സിലാണെന്നറിയോ? 20. മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദാവുന്നത് 20ാമത്തെ വയസ്സിൽ. അതായത് ഇപ്പം എത്ര മാസം എന്ത് പഠിക്കുന്ന പ്രായം? ഡിഗ്രി പഠിക്കുന്ന പ്രായം. ഡിഗ്രി പഠിക്കുന്ന പ്രായത്തിലുള്ള നമ്മളെ വീട്ടിലുള്ള നാട്ടുകാരമ്മ നോക്കണ്ട, നമ്മളെ വീട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ഹദീസുമായി ബന്ധപ്പെട്ട ഇൽമ് എത്രയുണ്ടാവും? അവനോട് ഇതാ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഹദീസ് എന്നാൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇൽമാണ്, അത് പറയേണ്ട പോലെ പറയണം. ما أضيف إلى النبي صلى الله عليه وسلم من قول أو فعل أو تقرير أو خلق أو وصف خلقي أو خلقي. ഇത് മുസ്ലിം ഉമ്മത്ത് പറയേണ്ട ഒരു മറുപടിയാണ്. എന്തുകൊണ്ടറിയോ? നമ്മുടെ ദീൻ്റെ പിന്നെ അസിലെന്താ? ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ഹദീസ്. ഖുർആൻ എന്നാൽ എന്ത്? 23 കൊല്ലം കൊണ്ട് അള്ളാഹുവിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യാനുസരണം പല ഘട്ടങ്ങളിലായി ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഹദീസ് ആർക്കും അറിയില്ല. അത് അതിൻ്റെ വാക്കർത്താണത് ഹദീസ് ചര്യ. സത്യത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ദീനിൻ്റെ ചർച്ചയോ പഠനമോ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? ഇല്ല. നമ്മളെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടാവുക? അതിൽ വലിയൊരു തെറ്റുള്ളത്
നമ്മൾ മൗലവിമാർക്ക് തന്നെയാണ്. കാരണം മൗലവിമാർ അവർക്ക് മാത്രമായിട്ടുള്ളൊരു മേഖലയായി കണ്ടു ഈ പഠിക്കൽ. അല്ല, മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട സംഗതിയാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു 20ാമത്തെ വയസ്സിന് മുമ്പാണെങ്കിൽ മദീനത്തേക്ക് എന്തായിട്ട് പോകുന്നത്? ദാഇയായിട്ട് പോകുന്നത്. ആരാ അയക്കുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കിടയിൽ നിന്നാ അദ്ദേഹത്തെ മദീനത്തേക്ക് അയക്കുന്നത്? അബൂബക്കർ, ഉമർ പോലുള്ള മലകൾക്കിടയിൽ നിന്നാണ് ഈ പയ്യനെ അയക്കുന്നത്. എന്തിനാ അയക്കുന്നത് അറിയോ? അള്ളാന്റെ റസൂല് മദീനത്ത് എത്തുന്നതിന് മുമ്പ് റസൂലുള്ളാന്റെ വരവിന് ആ മദീനയെ പാകപ്പെടുത്താൻ. അപ്പൊ മുസ്അബിന് അത് പറ്റുമെന്ന ഉറപ്പ് റസൂലുള്ളാഹിക്കുണ്ട്. ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നമുക്കോ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളവിടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ചിന്തിച്ചാൽ മതി, യുവാക്കൾ പ്രത്യേകിച്ച്. എന്തറിയാം ദീനിനെ പറ്റി? അതായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അദ്ദേഹം കഫൻ പൊതിന് കിടക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഓതിയത് വമിൻഹും മൻ ഖദാ നഹ്ബ വമിൻഹും മൻ യന്തദിർ. ഉത്തരവാദിത്വം പൂർത്തിയാക്കിയ ആള്, സർട്ടിഫിക്കറ്റാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൗതികമായിട്ടുള്ള എത്ര അറിവ് നമ്മളെ മക്കൾക്ക് കൊടുത്താലും, അതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയാലും, അതിനുവേണ്ടി ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്താലും ഹക്ക് പൂർത്തിയാവില്ല. മക്കളോടുള്ള ഹക്ക് പൂർത്തിയാവുകയേയില്ല. മക്കളോടുള്ള ഹക്ക് പൂർത്തിയാകണമെങ്കിൽ അയ്യുഅല്ലിമഹും ദീനഹും, അവർക്ക് അവരുടെ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇല്ല, പൂർത്തിയാവൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അബൂ സഈദ് ഖുദ്രി പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, വഅന്നു ഫിഹിമകുമുൽ ഹദീസ ഫഇന്നകും ഖുലൂഫുനാ. കാരണം ചെറുപ്പക്കാർ നമ്മളുടെ ഖലീഫകളാണ്. എന്താ ഖലീഫ എന്ന് പറഞ്ഞാൽ? അടുത്ത തലമുറക്ക് നേതൃത്വം കൊടുക്കേണ്ടവർ നമ്മുടെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹദീസ് കൈമാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ അടുത്ത തലമുറയെ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മളെ വീട്ടിലെങ്കിലും ദീനിന്റെ കച്ചവടത്തിന് പ്രാപ്തനാക്കുന്നുണ്ട് നമ്മളെ മക്കളെ. സ്വാഭാവികം, തെറ്റൊന്നുമല്ല, ചെയ്യും വേണം. ഉപ്പമാര് ഒരു പ്രായമെത്തുമ്പം ഓനെ കച്ചവടത്തിന് കൂട്ടും, അല്ലെങ്കിൽ എന്ത് മേഖലയാണോ ഉള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ഈ മോനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് ഹദീസുകൾ കൈമാറാൻ. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൈകാര്യം ചെയ്യേണ്ടത് ഇന്നത്തെ ഈ ചെറുപ്പം. നമുക്ക് നമ്മുടെ ചെറുപ്പം ഓർമ്മയില്ലേ? ഇപ്പം എൻ്റെ പ്രായം 38 വയസ്സ്, നിങ്ങളെ പ്രായം 50-60 വയസ്സുള്ള ഒരു പ്രായം. ആ ചെറുപ്പത്തിൽ ദീൻ നമുക്ക് കൈമാറാൻ മാതാപിതാക്കൾ കാണിച്ച ഒരാഗ്രഹമില്ലേ? ഇപ്പം നമ്മുടെ മദ്രസയിൽ ഉസ്താദ് അടിച്ചു, അത് നമ്മൾ പോയിട്ട് ഉപ്പാനോട് പറഞ്ഞ ഉപ്പ എന്താ പറയാ? നമ്മളിപ്പം അങ്ങനെ പറയലല്ല. അതെന്തിനാ അടിച്ചു 2 ഇങ്ങോട്ട് തരും അങ്ങനെ പോയിട്ട് പറഞ്ഞാൽ. മദ്രസ ലീവാകാതെ ശ്രദ്ധിക്കുന്ന, മദ്രസന്റെ പഠിപ്പിന് ഇത് ഗൗരവം കൊടുക്കുന്ന, അത് ഈ തലമുറയിൽ കാണാനുണ്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്ന അടുത്ത മേൽപ്പറമ്പന്റെ കൂട്ടിക്കോ, മേൽപ്പറമ്പിലെ ദീനിന്റെ, ജാറത്തിന്റെയും ദർഗന്റെ അല്ല ചർച്ചയില്ല നമുക്ക്, ദീനിന്റെ ആളുകളാകാൻ പോകുന്ന ചെറുപ്പം, അവരുടെ കയ്യിൽ നമ്മൾ കൈമാറിയിട്ട് കൊടുത്തത് എന്താണ്? സഹാബാക്കൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ അവർക്ക് ഹദീസ് കൈമാറണം, കാരണം അവർ നമ്മളുടെ പിൻഗാമികളാണ്. വഅഹ്ലുൽ ഹദീസി ബഅദന, നമുക്ക് ശേഷം ഹദീസിന്റെ ആളുകൾ അവരായിരിക്കും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാർക്ക് നമ്മളത് കൈമാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ചെറുപ്പക്കാര് അത് നമ്മളെ കൈമേലെത്തിയിട്ടുണ്ടോ എന്നാലോചിക്കണം. 2 കൂട്ടക്കാർക്കും പണിയുണ്ട്. കൊടുത്തിട്ടില്ലെങ്കിൽ മക്കൾക്കത് കൊടുക്കണം. നമ്മൾ സാധാരണ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന, +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാവില്ലേ? നമ്മൾ അതിനൊന്നും നിസ്സാരമായിട്ട് കാണണ്ട കേട്ടോ. നമ്മൾ അതൊക്കെ മക്കളെ വിടണം, അതൊക്കെ നമ്മൾ കേൾപ്പിക്കണം. കാരണം അതിലൂടെ അവർക്ക് നമ്മൾ നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ നമ്മളുടെ പിൻഗാമികളാക്കാനുള്ള ആ സ്വത്ത് കൈമാറാനാണ്. പിന്നെ അവരുടെ ഉത്തരവാദിത്തമാണ്. ആ കിട്ടിയതിനെ നമ്മൾ എങ്ങനെ ചെയ്യണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യൻ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു യുവാക്കളെ കാണുമ്പം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, യബ്ന അഖി,
എൻ്റെ സഹോദരൻ്റെ മകനെ, ഇദാ ശക്കക്ത ഫീ ഷൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ദീനിന്റെ കാര്യത്തിൽ, ഫസല്ലി, നീ എന്നോട് ചോദിക്ക്, ഹത്താ തസ്തൈഖിൻ, ആ കാര്യത്തിൽ നിനക്ക് നീ ഉറപ്പ് കിട്ടാൻ വേണ്ടി. നീ ദീന്റെ കാര്യത്തിൽ സംശയാലുമായി എന്ത് ചെയ്യാൻ പറ്റൂല, വളരാൻ പാടില്ല. നീ എന്നോട് അത് ചോദിക്ക്. ഫഇന്നക ഇൻ തൻസരിഫ് അലൽ യഖീനി അഹബ്ബു ഇലയ്യ മിൻ അൻ തൻസരിഫ് അല ശക്ക്. നീ ദീനിന്റെ കാര്യത്തിൽ സംശയത്തോടു കൂടി പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം നീ സംശയങ്ങളൊക്കെ മാറ്റി ദീനിന്റെ കാര്യത്തിൽ ഒരു യഖീനോട് കൂടി മുന്നോട്ട് പോകലാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവിടെ പറഞ്ഞു തന്നു. ഒന്ന്, മുതിർന്നവരുടെ ജോലിയാണെന്ത്, അടുത്ത തലമുറക്ക് ദീനിന്റെ കാര്യങ്ങൾ സംശയമില്ലാത്ത വണ്ണം കൃത്യമായി കാണിച്ചു കൊടുക്കാൻ. അത് പറഞ്ഞിട്ടാണെങ്കിലും ചെയ്തിട്ടാണെങ്കിലും. പുതിയ തലമുറയുടെ ഉത്തരവാദിത്തം മുതിർന്നവരിൽ നിന്ന് അവർ സംശയം നീങ്ങുന്ന തരത്തിൽ ദീനിനെ സ്വീകരിക്കാനും തയ്യാറാവണം. രണ്ടു പേരും നന്നാവൽ നിർബന്ധം. പുതിയ തലമുറ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ നിന്നാൽ നമുക്കത് കൊടുക്കാൻ അങ്ങോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിന്തിക്കണം. സഹാബത്തിന്റെ കൈമൽ ഉണ്ടായിരുന്നു, മുൻഗാമികളുടെ കൈമൽ അതുണ്ടായിരുന്നു, അവരത് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ അത് ഉണ്ടാവാൻ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളായിരിക്കും. അല്ല, അതൊക്കെ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികളുടെ കയ്യിൽ സംശയമില്ലാത്ത ദീൻ ഉണ്ടാവാനും അടുത്ത തലമുറക്ക് സംശയം നീക്കിക്കൊടുത്ത് ദീനിൽ ഉറപ്പുണ്ടാക്കി കൊടുക്കാനും അവരെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരായിരിക്കും? സുലാഹിതങ്ങളൊക്കെ വിട്, അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാലത്ത് അല്ല, ഉമ്മമാര്. നിങ്ങൾ സലഫുകളുടെ താരീഖ് ഒന്ന് പഠിച്ചു നോക്കി, സലഫുകളുടെ താരീഖ് പഠിച്ചു നോക്കി. ദീനിന്റെ അഹ്ലുകാരുടെ, ഹദീസിന്റെ ആളുകളുടെ, ഖുർആനിന്റെ ആളുകളുടെ, അവരാ നിൽക്കുന്ന ഉന്നതമായ പദവിയിലെത്താൻ അവരെ പിറകുന്ന് തള്ളിയതിൽ ഓരോരുത്തരുടെയും ഉമ്മമാർ. ഇമാം ഷാഫി ഉപ്പയില്ല, ഇമാം ബുഖാരി ഉപ്പയില്ല, ഇമാം മുസ്ലിം ഉപ്പയില്ല, ഇമാം അഹമ്മദ് റഹ്മഹുല്ലാ ഉപ്പയില്ല, ഇമാം മാലിക്, ആർക്കും ഇല്ല. എല്ലാ ഉമ്മ. അതായത് ആ പെണ്ണുങ്ങളുടെയും ഇന്നത്തെ ആ ഉത്തരവാദിത്വം എടുക്കേണ്ട പെണ്ണിൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ വെറുതെ ഇങ്ങനെ ദീൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കാര്യം മനസ്സിലാക്കണ്ടേ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാന്റെ വീട്ടിൽ ദർസ് നടക്കുകയാണ്. ഇന്നലെ ഒരു ചങ്ങായി വിളിച്ചു. അപ്പം അവൻ്റെ കൂടെ +1 +2 പഠിച്ച ഒരു പെണ്ണവൻ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിത്രേ. എന്തെല്ലാം ഉണ്ട്, ഒരു വിവരവും ഇല്ലല്ലോ. പിന്നെ അവൾക്ക് എന്തോ ജോലി ആവശ്യാർത്ഥം ആണ് മെസ്സേജ് അയക്കുന്നത്. ചോള് പറയാണ് ഇത്രേ, പിന്നെ ഞാൻ ഡൈവോഴ്സിന് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടുമായിരിക്കും, അതിന് മുമ്പിൽ ജോലി റെഡിയാക്കണം. എന്തിനു കൊടുത്തിട്ടുണ്ട്? തലാഖിന്. അതായത് ഒരു ഉറുമ്പ് കടിച്ചു, നമ്മളതിൽ നുള്ളിട്ട് ചാടിയില്ലേ, അതുപോലെ. ഈച്ച മുഖത്ത് വന്നിരുന്നു, തട്ടിക്കളഞ്ഞില്ലേ, അതുപോലെ. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മക്കൾക്ക് നേടിക്കൊടുത്ത ഒരേ ഒരു കാര്യം. അത് 1000-1 ആ പറഞ്ഞ കഥ. അങ്ങനത്തെ 999 അതിൻ്റെ അപ്പുറത്ത് വേറെ അതേപോലെ ഉണ്ട്. ഒരു അഡ്വക്കേറ്റ്, സാധാരണ നമ്മൾ കസ്റ്റമർമാരെ കാണാൻ പോക്ക് തുന്യവിയായിട്ട് അഡ്വക്കേറ്റിനെ, കുടുംബ കോടതിയിലെ ചങ്ങായിലെ കുടുംബമാണെങ്കിൽ ആകെ താറുമാറായി കുളം തോണ്ടിയിട്ട് കിടക്കുന്നു. കാരണം ഇവൻ അഡ്വക്കേറ്റ്, ഭാര്യ എഞ്ചിനീയർ, ഭാര്യയ്ക്ക് ജോലിക്ക് പോകണമല്ലോ ഗൾഫിൽ. അപ്പോൾ ഞാൻ ഈ കോടതിയിലല്ല, അത് ഇങ്ങോട്ടൊന്നോ ഞാൻ പോകുന്നതിലെന്താ, മേരി ജിസം മേരി മർജി, മൈ ബോഡി മൈ ചോയ്സ്. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം നേടിക്കൊടുത്ത ഭയങ്കരമായ സംഭവം. നമ്മൾ പറയുന്നില്ലേ ഭയങ്കര സംഭവം. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ തന്നെ പറയുന്നു, ഷിയാക്കൾ അങ്ങനെ തന്നെ പറയുന്നു. നമ്മൾ ഭയങ്കരാക്കി ഒന്നും ആക്കിയിട്ടില്ല എന്നത് കാരണമെങ്കിൽ കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന മംഗലാപുരം വൈകുന്നേരം 6 മണിക്ക് എത്തിച്ചേരുന്ന ലോക്കൽ ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യൂ ഫ്രം കോഴിക്കോട് ടു ബാംഗ്ലൂർ. അപ്പം കാണാം എന്താ ഉണ്ടാക്കി കൊടുത്തത് ഈ ഉമ്മത്തിന്, അതും പരിശുദ്ധ റമദാനിൽ. നമ്മളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞു. ആരുടെ ഉത്തരവാദിത്വം? എന്ത് കഴിഞ്ഞു എന്നാണ് ഈ പറയുന്നത്?
എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ജിഹാദ് ചെയ്യേണ്ട കാലമാണിത്. ജിഹാദ് ചെയ്യേണ്ട കാലം. എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാന്റെ വീട്ടിൽ ദർസ് നടക്കാണ്. ഉസ്താദ് ഉപ്പ അഹ്മദ് ബിൻ ഹംബലാണ് മുദരിസ്, ഹദീസ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ പൊതുവെ ഹദീസ് പഠിപ്പിക്കുമ്പം ശിഷ്യന്മാർ ഹദീസ് റിവായത്ത് ഇങ്ങനെ വായിക്കും, സനദ് വായിക്കും. ഒരാളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അവിടെ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വാതിൽ മുട്ടുന്നു. ശിഷ്യൻ വായന നിർത്തി. ഉപ്പ അങ്ങോട്ട് നോക്കി. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം, ഉപ്പ കേൾക്കുന്ന സ്വരത്തിൽ, ബാപ്പ വായിച്ച സനദിൽ ചെറിയ തെറ്റുണ്ട്, അവനോട് തിരുത്തിയിട്ട് വായിക്കാൻ പറ. ഏത് സനത്? നമ്മളെ മക്കൾക്ക് എന്ത് സനത്? നമ്മളെ പെണ്ണുങ്ങൾക്ക് എന്ത് സനത്? സനദിൽ തെറ്റുണ്ട്. സനത് മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉപ്പ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ വരെ എത്തുന്ന ഹദീസിൻ്റെ ആ ശൃംഖല അത് വായിച്ചപ്പോൾ ഇതിലെന്തോ ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട്, ശിഷ്യനോട് നോക്കിയിട്ട് വായിക്കാൻ പറ. അതാണ് ഇമാം അഹ്മദിൻ്റെ മകൾ അയമീച്ചാര. മോനോ, നിങ്ങളുടെ കൂട്ടത്തിൽ അയമീച്ചാര ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ അയമീച്ചാര മക്കളോ പൊമ്മക്കൾ, അവൾക്ക് നല്ല ചൂരുകാരിടണം, ലിപ്സ്റ്റിക്ക് തേക്കണം, പൗഡർ മറ്റേ പൊട്ടിയടിക്കണം, എന്നിട്ട് ഐഫോണിൻ്റെ 15 പിടിച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ നടക്കണം. പിന്നെന്താ, രാത്രി കല്യാണത്തിന് മോക്ക് ഡാൻസ് കളിക്കണം, മോക്ക് മറ്റേ പാട്ട് പാടണം, അവൾക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകണം. അത് ഊട്ടിയിലും മൈസൂരൊക്കെ. അത് ആണൊറ്റക്കാണോ പെണ്ണൊറ്റക്കാണോ, മാഷ കൂടെ, ബാലകൃഷ്ണ മാഷ കൂടെയുണ്ട്, ജോസഫ് മാഷ കൂടെയുണ്ട്, ആ മോള് പൊയ്ക്കോളി. ഇതാണ് ഇന്നത്തെ ഉമ്മത്ത്. ഉള്ളത് പറഞ്ഞാൽ നമ്മൾ കൈവെക്കുന്നുണ്ട്, അല്ലാഹുവേ ഉമ്മത്തിനെ സഹായിക്കണേ. ഏതുമ്മത്തിന് സഹായം വരേണ്ടത്? ഏതുമ്മത്തിന്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കാൻ ഷർത്തുണ്ട്. അവൻ എന്താണോ അടിമയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് ചെയ്തു കൊടുത്താലല്ലാതെ ഔഫു ബിഅഹ്ദി, എന്നോട് ചെയ്ത കരാർ പൂർത്തിയാക്ക്. ഊഫി ബിഅഹ്ദിക, ഞാൻ നിങ്ങൾക്കും ചെയ്തു തരാം. ഇത് അല്ലാഹുവിന്റെ ഷർത്ത്, നീതിയുക്തമായ അതിനോടെയുള്ള ഷർത്ത്. വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുവാക്കളെ കാണുമ്പോൾ പറയാറുണ്ട്, വാ ഇരിക്കിൻ, സംശയം ഉണ്ടെങ്കിൽ, ദീനിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, അത് തീർക്ക്. സംശയം മാറ്റി നല്ല യഖീനോടുകൂടി വേണം നിങ്ങൾ വളരാൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങൾ ദീനിനെപ്പറ്റി ഒന്നും അറിയാത്തവരായി വളരുന്നതിനേക്കാൾ. വകാന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇദാ റഅ ശബാബ, യുവാക്കളെ കണ്ടാൽ. നമ്മൾ ഈ യുവാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടുകാരെ പറ്റി ചിന്തിച്ചാൽ മതി കേട്ടോ, ആരാനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പോണ്ട. യുവാക്കളെ കണ്ടാൽ യത്ലുബൂനൽ ഇൽമ, ഇൽമ പഠിക്കുന്ന യുവാക്കളെ കണ്ടാൽ അദ്ദേഹം പറയുമായിരുന്നു, ഒന്ന് ഇത് ചെയ്യണേ, താരതമ്യം ചെയ്യണം. ഇന്നത്തെ ആൾ കണ്ടാൽ എങ്ങനെയാണ്, അന്നത്തെ ആൾ കണ്ടാൽ എങ്ങനെയാണ്. അദ്ദേഹം പറയും, മർഹബൻ, സ്വാഗതം, ബിയനാബീഇൽ ഹിക്മ, അറിവിൻ്റെ ഉറവിടങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യും. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നൊരു അവസ്ഥ എന്തായിരിക്കും അവർ അംഗീകരിക്കുമ്പോൾ. നമ്മുടെ ഇക്കാലത്ത് എന്താന്ന് വെച്ചാൽ ദീൻ കൂടുതൽ പഠിക്കുന്നത് കണ്ടാൽ സംതിങ് റോങ്, ഇവനെന്താ ഇങ്ങനെ പോകുന്നത്, ഇവൻ്റെ ആരോ ബ്രെയിൻ വാഷ് ആക്കുന്നുണ്ട് ഇവനെ. ദീൻ പഠിക്കുന്നത് കണ്ടാൽ, ഖുർആൻ അധികം ഓതുന്നത് കണ്ടാൽ, ഖുർആൻ അധികം പഠിക്കുന്നത് കണ്ടാൽ പല വീടുകളിലും ഉമ്മമാർക്ക് ടെൻഷനായി. ഇവരെന്താ ഇപ്പം ഇങ്ങനെ ഇത്രയും പഠിച്ച് എഞ്ചിനീയർ ആക്കി MBBS ആക്കി ഇവൻ ഈ ഖുർആനിൽ വേക്ക് ഇങ്ങനെ പോകുന്നു, ടെൻഷൻ. ഇന്ന് നടക്കുന്ന കഥ ഞാൻ പറയുന്നു കേട്ടോ, അനുഭവമാണ് ഈ പറയുന്നത്. മൗലാന്മാരായതുകൊണ്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും ഉസ്താമാനടുത്തേക്ക് വരുമല്ലോ. ഇവനെന്തോ സംതിങ് ജിന്നാറ്റം കൂടിയെന്ന് തോന്നുന്നുണ്ട്. ഇവൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, പള്ളി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങുന്നില്ല. എന്തോ അതിനോടി ഞാനെങ്കിലും എന്തെങ്കിലും ഷിഹറാറ്റം ചെയ്തതിനോടി പരമാവധി സംശയം. കാരണം ധീരമായിട്ട് ടച്ച് വരാൻ തുടങ്ങി. ഇതുവരെ എങ്ങനെയായിരുന്നു, മറ്റേ ഹിപ്പി മുടി, പിന്നെ ട്രൗസർ, ഒരു ടീഷർട്ട്, ഒരു ക്യാപ്പ്, ഒരു വള, ഒരു മാല, അങ്ങനെ അങ്ങനെ നടക്കും. ഇങ്ങനെ അന്തുമില്ല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അട്ടം നോക്കി നടക്കുന്ന. അപ്പം ഇതാരെ മോന, അജിക്കാര മോൻ, മാഷാ അല്ലാഹ്, ആള് ഫാഷനാണ്, കൊള്ളാം. പിന്നെ എപ്പോൾ ആള് മാറി, ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും അല്ലെങ്കിൽ കന്തൂറയും, ചിലപ്പോൾ ഒരു തൊപ്പിയും താടിയെല്ലാം ഒതുക്കി, നല്ല മുടിയെല്ലാം വെട്ടി ഒതുക്കി. അയ്യോ ഇവരെന്ത് പറ്റിപ്പോയിപ്പാ. അങ്ങനെ ഒരു പെണ്ണ് പർദ്ദയിട്ടാൽ
+1 പഠിക്കുന്ന ഒരു പെൺകുട്ടി പർദ്ദയിട്ട് മംഗലത്തിന് പോയാൽ 1000 കണ്ണുകൾ അവിടെ ഇങ്ങനെ വലിയൊരു ദീനിൻ്റെ ആൾ വന്നിവിടെ. ഇന്നത്തെ അവസ്ഥ അതാണ്. നോക്കും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അതായത് അവളുടെ സമപ്രായക്കാരികളായ പെൺകുട്ടികളുള്ള വീട്ടിൽ അവൾ ഒറ്റപ്പെടുത്തപ്പെടും, ആക്ഷേപിക്കപ്പെടും. ഇതാണ് ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ. എന്നാൽ അന്നങ്ങനെയല്ല. സഹാബാക്കള് ദീനിന്റെ ഇൽമിനോട് പിന്നെ ഒരു ആശ കാണിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പറയും മർഹബൻ ബിയനബീഇൽ ഹിക്മ, അറിവിന്റെ ഉറവിടങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. വമസാബീഹദ് ദുൽമി, ഇരുട്ടുകളിൽ കത്തുന്ന വിളക്കുകളെ നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ അവരവരെ അഭിസംബോധന ചെയ്യുന്നത് ഇൽമു പഠിക്കുന്ന ആൾക്കാര്. മൈക്കോ ഖുൽഖാനിസ് സിയാബി, നുരിമ്പി നശിച്ച വസ്ത്രം ധരിച്ച ആളുകൾ അവരെങ്ങനെ ആയിരിക്കും? കാരണം മൈൻഡിൽ ഇൽമായിരിക്കും. അങ്ങനെയായിരുന്നു മുമ്പ്, പണ്ടങ്ങനെയായിരുന്നു. ഒന്ന് ഫഖർ, ദാരിദ്ര്യം, ഒന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് ഫുൾ ടൈം ചിലപ്പം ഖുർആന്റെയും ഹദീസിന്റെയും മുമ്പിലായിരിക്കും. വജുദുദിൽ ഖുലൂബി, നല്ല ഫ്രഷ് ഹൃദയങ്ങളുള്ളവരെ നിങ്ങൾക്ക് സ്വാഗതം. യുവാക്കൾ നല്ല മനസ്സിന്റെ സമയത്ത്, ആ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇൽമു കയറേണ്ടത്. വഹുലുസിൽ ബുയൂതി, വീടുകളിലെ ആഭരണങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം. അവരെയാണ് അവർ വീട്ടിലെ ഏറ്റവും നല്ല ആൾക്കാരായിട്ട് കണ്ടത്. വറൈഹാനി കുല്ലി ഖബീല, ഓരോ ഗോത്രത്തിൻ്റെയും റൈഹാനികൾ, പുഷ്പങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുമായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിനർത്ഥം കന്തൂറയിട്ട് തൊപ്പിയിട്ട് മോചാറായിട്ട് നടക്കണം എന്നല്ല. അങ്ങനെ ഒരു ഇത് വന്നുപോയി നമ്മുടെ നാട്ടിൽ. ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളി ദർസ് കൊണ്ടാക്കുന്ന കുട്ടികൾ എങ്ങനത്തെ കുട്ടികളായിരിക്കും പൊതുവെ? അങ്ങനെയല്ല. ആര് മക്കളുടെ കൂട്ടത്തിൽ ഏത് മോനെയാണ് കൊണ്ടാക്കല്? ഉപ്പ ഉമ്മ ഇങ്ങനെ നിരീക്ഷിക്കും. ഇവൻ മാത്സിൽ ഓക്കെ, ഡോക്ടർ, എഞ്ചിനീയർ, ഇവൻ സയൻസ് കൊള്ളാം, ഇവൻ MBBS. ഇത് പൊട്ടപ്പ നിന്റെ കുടുംബത്തിൽ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഉമ്മാനോട് ഇതൊരു വെകിട് നിന്റെ കുടുംബത്തിൽ പെട്ടെന്ന് തോന്നുന്നു ഉമ്മാനോട് ഉണ്ടല്ല. അതിനെ പള്ളി ദിവസം വിട്ടെ, ഖുറാനോ എന്തൊക്കെ പഠിച്ചിട്ട് മൗലാറായിക്കോട്ടെ പാവം. നിങ്ങൾ മൗലാന്മാരെ കിതാബ് വായിച്ചിട്ടുണ്ടോ? മൗലാന്ന് പറഞ്ഞാൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ. ഇബ്നു ബാസിനെ പോലത്തെ, ഇബ്നു ഉസൈമീനെ പോലത്തെ, ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവരുടെ കിതാബുകൾ വായിച്ചിട്ടുണ്ടോ? അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലുള്ള പ്രൊഫസർമാരുണ്ടല്ലോ, അവരും ചിലപ്പോൾ നോക്കിയിട്ട് ഇരുന്ന് പോകും അത് വായിച്ചാൽ തിരിയാണ്ട്. അത്ര വലിയ അഖിലിൻ്റെ ഉടമകളാണ്. ഖുർആനിൽ പറയപ്പെട്ട സയൻസുകളൊക്കെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി എഴുതിയ വായിച്ചാലുണ്ടല്ലോ സ്കൂളിൻ്റെ പടി കണ്ടില്ല. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഇൽമ്. നമ്മളെ ആർക്കാക്കി? അനുസരണ ഇല്ലാത്ത കുരുത്തം കെട്ട പിള്ളേരുണ്ടാവും. ഇപ്പോൾ ദർസിലിടും, നന്നായിട്ട് വരട്ടെ എന്ന് വെച്ചാൽ ഉമ്മത്ത് ഇതെങ്ങനെയാ പറയുക? ഇതാരോടാ പറയുക? ഇൽമിന് ആ ഒരു പ്രാധാന്യമേ ഇന്ന് ഉമ്മത്തിൻ്റെ ഇടയിലുള്ളൂ. വിവാഹ മാർക്കറ്റിൽ വില കൂടുതൽ ആർക്കാ? മൂലമാർക്ക് വിലയുണ്ടോ? ഇല്ലെന്നാ. ഞാനും 3-4 ഈസി ആയിട്ട് കിട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് മൂലമാർ. നിങ്ങൾക്കല്ലേ കിട്ടാത്ത? അല്ലേ അല്ലേ? നിങ്ങൾക്ക് കിട്ടും? അങ്ങനെ കിട്ടുമെന്നല്ല, കിട്ടും. ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇല്ല. വിവാഹ മാർക്കറ്റിൽ ഇന്ന് വില കൂടുതൽ ആർക്കാണ്? ദുനിയാവിൻ്റെ ഇൽമുള്ളവർക്കാണ്, ദീനിൻ്റെ ഇൽമുള്ളവർക്ക്. പക്ഷെ കാലം മാറി വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്ന് ദുനിയാവിൻ്റെ ഇൽമുള്ളവർ നമ്മളൊക്കെ വന്ന് കാണാറുണ്ട്. എന്താ പറയാൻ ഉസ്താദെ, ഒരു +2 പഠിച്ച പെണ്ണ്, അത് മതി, അതിൻ്റെ അപ്പുറത്ത് വേണ്ട. ആളുകൾക്ക് ബോധം വെച്ച് തുടങ്ങുന്നുണ്ട്. കയറൂരി വിട്ടപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി വരുന്നുണ്ട്. കയറൂരി വിട്ടപ്പം തകിടം മറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെയും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് ദുനിയാവിൽ വന്നു തുടങ്ങി. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. സൂറത്തുർ റഹ്മാന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞില്ലേ? വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അള്ളാഹ് വെച്ച ഒരു സംഭവമുണ്ട് ദുനിയാവിന്. ആണെവിടെ, പെണ്ണെവിടെ, പെൺകുട്ടി എവിടെ, ആൺകുട്ടി എവിടെ? അത് നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ ജീവിതം താറുമാറാവും. അതിപ്പം ബോധ്യമായി തുടങ്ങി. ഡോക്ടർമാരൊക്കെ വിളിക്കില്ല നമ്മളെ. ഡോക്ടർമാർ പഠിച്ച ഡോക്ടർ MBBS നേടിയ MD ആയിട്ടുള്ള ഡോക്ടർമാർ പറയും
ഒരു +2 എല്ലാം പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ പറയണം എവിടെയെങ്കിലും. നമുക്ക് കാര്യം മനസ്സിലാവും, അവിടെ അങ്ങോട്ടൊന്നും കുത്തിച്ചോദിക്കില്ല, കാര്യം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദീനാണ് പ്രിയപ്പെട്ടവരെ. ആരെങ്ങനെ വെറുത്താലും, ആർക്ക് എന്താക്ഷേപം തോന്നിയാലും, ആരേതിയെ കണ്ണുകൊണ്ട് എങ്ങനെ കണ്ടാലും അത് ദീനാണ്. അതിൻ്റെ നൂറ്, അതിൻ്റെ വെളിച്ചം അതുണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആയിരുന്നു ദീൻ്റെ ഇൽമുമായി ബന്ധപ്പെടുന്നവരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സഹാബാക്കൾ കണ്ടതും സ്വീകരിച്ചതും. ആ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലും നാട്ടിലും ഉണ്ടാക്കണം, ഖൈറായിരിക്കും. അങ്ങനെയുള്ള മുൻഗാമികളായ ആളുകൾ പ്രത്യേകിച്ചും യുവാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത ചില വസീയത്തുകൾ, ചില ഉപദേശങ്ങളാണ് നമ്മൾ വായിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഈ കിതാബിലുള്ളത്. നമ്മൾ ഇതുവരെ വായിച്ചത് അതിൻ്റെ ആമുഖമാണ്. ഞാൻ ഒന്നാമത്തെ ഒരു വസീയത്ത് വായിച്ചിട്ട് നമുക്കിന്ന് ക്ലാസ് നിർത്താം. എന്തേ, സമയം ഉണ്ടാവോ? തിരക്കാർക്കെങ്കിലും ഉണ്ടാവോ? ഇല്ലല്ലോ. ഒന്ന്, അൽ വസിയ്യത്തുൽ ഊല അൻ അബിൽ അഹ്വസ്. കാരണം ഇതിന് ചെറിയൊരു പാഠമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാന്ന് പറഞ്ഞത്. അൻ അബിൽ അഹ്വസ് قال أبو إسحاق وهو عمرو السبيعي يا معشر الشباب اغتنموا أي شبابكم قلما تمر بي ليلة إلا وأقرأ فيها 1000 آية وإني لأقرأ البقرة في ركعة وإني لأصوم أشهر الحرم و3 أيام من كل شهر والاثنين والخميس ثم تلا وأما بنعمة ربك فحدث. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുതിർന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്, യുവാക്കൾക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്. മുതിർന്നവരുടെ ഉത്തരവാദിത്വം അത് അങ്ങോട്ട് കൊടുക്കലാണ്, കൈമാറലാണ്. താഴെയുള്ളവർ അത് സ്വീകരിക്കലാണ്. എന്നാൽ ഈ കൈമാറുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് നോക്കിക്കോളി. അബുൽ അഹ്വസ് പറയാണ്, അംർ ബിനു സബീഇ റഹ്മഹുല്ലാഹു തആല അദ്ദേഹം യുവാക്കളെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഇഗ്തനിമു, നിങ്ങൾ ഗനീമത്ത്, സ്വത്ത് കാണുന്ന പോലെ ഈ യുവത്വത്തെ കാണണം, നശിപ്പിക്കരുത്, അതിനെ ഉപയോഗപ്പെടുത്തണം. ഐ ശബാബക്കും. അദ്ദേഹത്തിന്റെ അവസ്ഥ പറയാൻ, അതായത് മുതിർന്ന ഒരാള് ചെറുപ്പക്കാരനോട് നീ നിന്റെ യുവത്വം ശ്രദ്ധിക്കണം, നശിപ്പിച്ച് കളയല്ല. എന്നിട്ട് എങ്ങനെയാവണം? ഇതാ എന്നെ നോക്ക്, ഞാനങ്ങനെ നിന്നെ വെറുതെ പറയുന്നല്ല, നിന്നോട് ഞാൻ പറയാനൊരു കാരണം ഉണ്ടെന്ന് മറ്റേ അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക. എനിക്കെന്റെ ജീവിതത്തിൽ ഒരു രാത്രി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ രാത്രിയിൽ ഞാൻ 1000 ആയത്തുകൾ ഓതിയിരിക്കും. 1000 ആയത്ത് എന്ന് പറയുമ്പോൾ എത്രയായി? എൻ്റെ ജീവിതത്തിൽ മോനെ, ഞാൻ നിന്നോട് വെറുതെ പറയുന്നതല്ല, നിന്റെ യുവത്വം മുതലാക്കാൻ ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? മക്കളോട് നിന്ന് മൂത്രയ്ക്കല്ലാതെ നടന്ന്, എന്താ പണ്ട് ചൊല്ലില്ലേ, ബാപ്പ നിന്ന് മൂത്രയിച്ചാൽ മക്കൾ നടന്ന് മൂത്രയിക്കും. ഇപ്പം നമ്മുടെ നിന്ന് മൂത്രയ്ക്കലാ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നടന്ന് മൂത്രയ്ക്കാണ്ടിരിക്കുന്നു പറയും മക്കൾ. അതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാ മനുഷ്യ എല്ലാവരും അല്ല, എന്നാൽ ചില ആളുകളുണ്ട് ശ്രദ്ധിക്കുന്നവർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത്, ഈ പഴമക്കൾ പറഞ്ഞു 1000 ആയത്തെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അതായത് അത്രത്തോളം ആയത്തുകൾ ആ രാത്രിയിൽ ഞാൻ ഓതിയിരിക്കും, ഓതാണ്ട് ഞാൻ കിടക്കൂല. പിന്നെയോ, മോനെ, ഒരു റക്അത്തിൽ ഞാൻ സൂറത്തുൽ ബഖറ ഓതാറുണ്ട്. എത്ര ജുസു? 2 ജുസു. തറാവീൽ ടോട്ടൽ നമ്മൾ എത്ര ഓതുന്നുണ്ട്? 8 റക്അത്തിൽ 1 ജുസു, കൂടിയ 1 ജുസു, ആകെ 4 പേജാ. അന്ന് ഇങ്ങനത്തെ തറാവീ നിസ്കരിക്കണ്ട, പോകുന്ന ഏറ്റവും നല്ലത്. 4 ക്ലാസ് അരപ്പേജ് ഓതിയാൽ. പക്ഷെ അതിന് തറാവീൽ ഒരു സുഖം കിട്ടുമോ? ഇല്ല, കിട്ടില്ല. ഒരു റക്അത്തിൽ 1 പേജ്. ഞാൻ വിളിച്ചു 1 റക്അത്തിൽ അരപ്പേജാക്കിയെന്ന്. അതെങ്ങനെയുണ്ട്? ഇന്നലെ കോഴിക്കോട് മിലാന്നിട്ട് വിളിച്ചിനി, പറഞ്ഞിനി, കമ്മിറ്റിക്കാരെ പറഞ്ഞാലും ഭായ് സാബ് ആധാ പേജ് പഠന ഹെ ബസ് ഏക് റക്അത്ത് മേ. അതിനാണ് നടന്നു കൊണ്ടിരുന്നത്. അവർ പറഞ്ഞ പോലെ കേട്ടോളൂല്ലോ. മലയാളി ചിലപ്പം പറയും പറ്റില്ല എന്ന്. അവർ ഓക്കെ.
ഇപ്പോൾ ബംഗാളിയാണെങ്കിൽ ചോദിക്കും ദോ ലൈൻ പടും കാഫി ഹേ ആ പടോ അച്ഛാ അൽഹംദുലില്ലാ. എന്തെല്ലോ ആയിപ്പോയിരുന്നു. ഇബാദത്തിൻ്റെ ഒരു അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ നസീബാക്കി തരട്ടെ. ഇബാദത്തിൻ്റെ ഒരു ലദ്ദത്ത് കിട്ടന്നമാണ്, പ്രത്യേകിച്ച് തറാവീ. സൂറത്തുൽ ബഖറ ഏകദേശം 2.5 ജുസില്ലേ. ഒരു റക്അത്തിൽ നമ്മളിപ്പോൾ ചോദിക്കണം എന്താ അറിയോ, അതെങ്ങനെപ്പാ ഒരു റക്അത്തിൽ 2.5 ജുസല്ലേ ഓതല്? എന്താ ചോദിക്കാനുള്ള കാരണം എന്താ? നമുക്കത് കഴിയുന്നില്ല. അതുകൊണ്ട് മുൻഗാമികളെ നമ്മൾ അങ്ങനെ വേദിച്ചുകൂടാ. അതിന് കാരണമുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കൗനിയായ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് നമ്മുടെ സമയം കളയുന്ന പോലത്തെ സംഗതികളൊന്നും അവർക്കില്ല. അവർക്ക് മൊബൈലില്ല, ഇൻ്റർനെറ്റ് ഇല്ല, വാഹനങ്ങളില്ല, വേറെ പോകാനും പിടിക്കാനൊന്നുമില്ല. ദൂര സ്ഥലങ്ങൾ, ഇരുട്ടായി, മരുവ് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി, വർത്തമാനം പറയാനൊന്നുമില്ല. സാഹചര്യം അവർക്കുണ്ട്. എന്നാൽ നമുക്കിന്ന് സാഹചര്യം മറിച്ചായി. എന്നാൽ നമ്മളൊരു 1/2 ജുസെങ്കിലും ഓതി ഒരു റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ അവർ ഈ 2.5 ഓതിൻ്റെ ഫലത്തിലായി. സംഭവം മനസ്സിലായല്ലോ. അവർ ഒരു റക്അത്തിൽ 2.5 ജുസ് ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/2 ജുസ് ഓതിയാൽ അതിൻ്റെ സ്ഥലത്തെത്തി നമ്മളെ ഈ കാലത്തുള്ള ആ ഓത്ത്. കാരണം ഇത് മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കണമെങ്കിൽ തന്നെ എത്ര പണിയുണ്ട്. അപ്പം എന്തായാലും ആ കൂലി കിട്ടും. പക്ഷെ അദ്ദേഹം യുവാക്കൾക്ക് ദീൻ കൈമാറുമ്പം ഒരുറപ്പ് പറയാണ്, മോളെ ഞാൻ ബഖറ ഒരു റക്അത്തിൽ ഓതിയിട്ട് നിസ്കരിക്കാറുണ്ട്. അപ്പോൾ ആ യുവാവ് പറയുന്ന ആളെ വാക്കിന് അങ്ങനെ തന്നെ എടുക്കും, ആ ഗൗരവത്തിൽ. മാത്രമല്ല പവിത്രമായ മാസങ്ങളിലൊക്കെ ഞാൻ നോമ്പെടുക്കാറുണ്ട്, സുന്നത്തായ നോമ്പുകൾ. എല്ലാ മാസത്തെയും 3 ദിവസത്തെ നോമ്പ് അയ്യാമുൽ ബീദ് അതും ഞാൻ എടുക്കാറുണ്ട്. വൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കാറുണ്ട് മോനെ. അതുകൊണ്ട് നിന്റെ ഈ ചെറുപ്പമൊക്കെ നീ എന്താക്കണം, ശരിക്കും ഉപയോഗിക്കണം എന്ന് ഈ പറഞ്ഞ മനുഷ്യൻ ആ യുവാവിനോട് പറഞ്ഞാൽ അത് അയാൾ സ്വീകരിക്കുകയോ ഇല്ലയോ? കാരണം പറഞ്ഞ ആൾക്ക് ക്വാളിറ്റി ഉണ്ട്. നമ്മളെ ഇന്നത്തെ പ്രശ്നം അതില്ലാത്തതാണ്, നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് അദ്ദേഹം അദ്ദേഹം ഈ ആയത്തോതി ഞാൻ കിബറ് പറഞ്ഞല്ല. അതാണ് ആ ശൈഖ് പറഞ്ഞ അർത്ഥം. ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെ റബ്ബ് തന്നിരിക്കുന്ന ആ നിഅമത്ത് അൽഹംദുലില്ലാ അങ്ങനെയുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. നീ യുവാവാണ്, നീ ഇപ്പോഴേ അതൊക്കെ തുടങ്ങിക്കോളി, നീ അതിനെ മുതലാക്കിക്കോളി. അങ്ങനെ ഉപദേശിക്കാൻ പറ്റണം. ഇബ്നു കസീർ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല ഇതേത് സൂറത്ത് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, സൂറത്തുൽ ദുഹ. അതിൻ്റെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന ചില ഉദ്ധരണികളുണ്ട്, ഞാൻ വായിക്കാൻ കേട്ടോളി. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഇദാ അസബ്ത ഖൈറൻ, ഒരു ഖൈർ നിനക്ക് കിട്ടിയാൽ, അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈർ നമുക്ക് ചെയ്തു തന്നു. ഔ അമിൽത ഖൈറൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഖൈർ നിനക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റി. അള്ളാഹു ഒരു എന്തെങ്കിലും ഖൈർ എനിക്ക് തന്നു, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ, അല്ലെങ്കിൽ ഒരു അമല് പ്രത്യേകം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, ഫഹദ്ദിസ് ബിഹി അസ്സിഖത മിൻ ഇഖ്വാനിക്, നിന്റെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ നിനക്ക് അത്ര ഉറപ്പുള്ള, നിനക്ക് സ്നേഹമുള്ള ആളുകളോട് നീ പറയണം, എനിക്കെൻ്റെ റബ്ബ് അങ്ങനെ തന്നു. അത് ശുക്രാണ്. അത് തന്ന റബ്ബിനോട് കാണിക്കുന്ന ശുക്രാണ്. മറച്ചു വെക്കരുത്, ഒളിപ്പിച്ച് വെക്കരുത്. കാരണം അടുത്ത ചങ്ങയോട് പറയുന്ന കാരണം വെച്ചാൽ അവനോട് പറയുമ്പോൾ എന്ത് വരില്ല, കിബിർ വരില്ല, റിയാവ് വരില്ല. സിഖത്തായ ആളിനോട് പറയുമ്പോൾ, ഇപ്പോൾ വൈഫിനോട് പറയുമ്പോൾ നമുക്കെന്ത് റിയാ വരാനുണ്ട്, മക്കളോട് പറയുമ്പോൾ എന്ത് റിയാ വരാനുണ്ട്. പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല, റിയാവ് വന്നു പോകും. അപ്പോൾ നിൻ്റെ അടുത്ത ചങ്ങാതിമാരോട് നിനക്കിപ്പോൾ രാത്രി തഹജ്ജുദിന് നിത്യമായി നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എടാ ഞാൻ രാത്രി കൃത്യമായിട്ട് 4 മണിക്ക് എണീക്കുന്നുണ്ടാ, നീ ഒന്ന് ക്ഷമിച്ചോളി എന്ന് പറയാൻ അള്ളാഹു എന്നെ എഴുന്നേൽപ്പിച്ചതിൻ്റെ ശുക്രാണ്. എന്നിട്ട് സാമ്പത്തികമായിട്ടുള്ള മെച്ചം കിട്ടി, നമ്മളാരെങ്കിലും പറയുമോ? പറയാത്തെന്താ? ആരോടായി പറയാ? എല്ലാ അസൂയക്കാരല്ലേ, എല്ലാം കാലുവാരാൻ നിൽക്കുന്ന ടീമല്ലേ, പിന്നെ എങ്ങനെ ഇത് പറയാ? അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അബൂ ഫിറാസ് അബ്ദുല്ലാഹി ബിൻ ഗാലിബ് റഹിമഹുല്ലാഹു തആല ഇദാ അസ്ബഹ യഖൂൽ, രാവിലെ ആയാൽ തൻ്റെ അടുത്ത ആൾക്കാരുണ്ടാവില്ല, പള്ളിയിലുള്ള ആൾക്കാർ, എപ്പോഴും പള്ളിയിൽ കാണുന്ന ആൾക്കാർ, അവരോട് പറയായിരുന്നു, ലഖദ് റസഖനി അല്ലാഹുൽ ബാരിഹത കദ, എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ സാധിച്ചു. ഖറഅതു കദ, ഞാൻ ഇത്ര ഖുർആൻ ഇന്നലെ ഓതി. വസല്ലൈതു കദ, ഞാൻ രാത്രി ഇത്ര നിസ്കരിച്ചു. വദക്കർതുല്ലാഹ കദ, എനിക്ക് ഇത്രത്തോളം ദിക്ർ ചെയ്യാൻ പറ്റി. വഫഅൽതു കദ, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്ന് ആൾക്കാരോട് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഫഖുൽനാ ലഹു, നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ ഫിറാസ്,
ഇന്ന മിസ്ലക ലാ യഖൂലു ഹാദ, നിങ്ങളെപ്പോലത്തെ ഒരാൾ ഇങ്ങനെ ഇതൊന്ന് എടുത്തു പറയുന്നത് ശരിയല്ല എന്ന് കേട്ട ആൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല യഖൂലുല്ലാഹു തആല, അല്ലാഹ് പറയുന്നു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് വതഖൂലൂന അൻതും, നിങ്ങൾ പറയുന്നതോ ലാ തുഹദ്ദിസ് ബിനിഅമത്തില്ലാ, അല്ലാഹുവിൻ്റെ നിഅമത്തൊന്നും പറയല്ല. ഞാൻ ആര് പറയുന്നത് കേൾക്കേണ്ടത്? അപ്പോൾ നമുക്ക് നമ്മളറിയാമല്ലോ, റിയാ ആയി പോവുമെങ്കിലോ ഉറവുണ്ട്. പക്ഷേ അല്ലെങ്കിൽ അള്ളാഹു തന്നെ എനിക്ക് ഇത്ര ഖുർആൻ ഓതാൻ പറ്റി, ഞാൻ ഇന്നലെ ഇത്ര ദിക്ർ പൂർത്തിയാക്കി, ഇത്ര സദഖ ചെയ്തു എന്ന് ഒരു പക്ഷേ നമ്മളാ നിഅമത്ത് പറഞ്ഞാൽ അടുത്തവന് ചിലപ്പോൾ അതെന്താവും, പ്രേരണയും ആവും. നമ്മൾ അള്ളാഹു തന്ന ആ തൗഫീഖിനുള്ള നന്ദി പറയാനും ആയി. ബക്ർ ബിൻ അബ്ദുല്ലാ അൽ മുസനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മൻ ഉഅതിയ ഖൈറൻ, ഒരാൾക്കൊരു ഖൈർ നൽകപ്പെട്ടു, ഫലം യുറ അലൈഹി, എന്നാൽ ആ നിഅമത്ത് അവന്റെ മേൽ കാണാനുമില്ല, എന്നാൽ സുമ്മിയ ബഗീദല്ലാഹ്, അവൻ അള്ളാഹ്ക്ക് ദേഷ്യമുള്ളവൻ എന്ന പേരിലാണ് വിളിക്കപ്പെടുക. എന്ന് വെച്ചാൽ അള്ളാഹു നല്ലോണം കൊടുത്തിട്ടുണ്ട്, ഇവൻ പിഷ്കൻ, ഒരു കുപ്പായവും വാങ്ങൂല, ഒരു നല്ല പാൻറ്റും വാങ്ങൂല, കാസിമിൻ്റെ ചെരുപ്പ് പോലത്തെ ചെരുപ്പായിരിക്കും. പഴയ കാസിമിൻ്റെ ചെരുപ്പ് ഓർമ്മയുണ്ടോ? ഈവൻ ആ ചെരുപ്പിട്ട് തയന് കൊണ്ടുപോയിട്ട് പിന്നെയും തുന്നി, അത് പൊട്ടി പിന്നെയും തുന്നി, മംഗളത്തിന് പോകുമ്പോൾ ഒരു നല്ല കുപ്പായവും ഇല്ല. ആൾക്കാരെന്ത് പറയും? ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് ഇവന് കാര്യം? അത് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആരെയാ കുറ്റപ്പെടുത്തുന്നറിയോ? അവനിതെല്ലാം കൊടുത്ത റബ്ബിന്, റബ്ബെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവനതെല്ലാം ഒളിപ്പിച്ച് വെക്കണം. അത് നല്ല സ്വഭാവമല്ല. അള്ളാഹു തന്നതാണ്. പക്ഷെ എന്ത് വന്നൂടാ? ഉജ്ബ് വന്നാൽ, കിബറ് വന്നാൽ, റിയാ വന്നാൽ അത് മനസ്സിലായി. അങ്ങനെ വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കലാണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ. അള്ളാഹു നമുക്ക് തന്ന ചെറിയ കാര്യത്തിന് നന്ദി കാണിക്കാത്തവൻ വലുതിനൊരിക്കലും കാണിക്കില്ല. എന്ന് വെച്ചാൽ ചെറിയ നിഅമത്താണെങ്കിലും എന്ത് ചെയ്യണം? അള്ളാഹുവോട് നന്ദി പറയണം, എന്നാൽ വലുതിന് ചെയ്യാൻ പറ്റും. ഒമൻ ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാ, മനുഷ്യനോട് നന്ദി കാണിക്കാത്തവനും അള്ളാഹിനോട് നന്ദി കാണിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അയാളോട് എന്ത് വേണം? നന്ദി വേണം. എന്തിനെ? അവൻ റബ്ബിന് നന്ദി കാണിക്കും. വത്തഹദ്ദുസു ബിന്നിഅമി ശുക്റുൻ, അള്ളാഹു തന്ന നിഅമത്തുകൾ എടുത്തു പറയൽ നന്ദിയാണ്. വതർക്കുഹു കുഫ്റുൻ, പറയാതിരിക്കൽ കുഫർ, നന്ദികേടാണ്. മറ്റേ കുഫറല്ല കേട്ടോ, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കുഫറല്ല, നന്ദി കെടുന്നുള്ള അർത്ഥത്തിലാണ്. വൽ ജമാഅത്തു റഹ്മത്തുൻ, ഐക്യം എന്നത് അനുഗ്രഹമാണ്. വൽ ഫുർഖത്തു അദാബുൻ, ആളുകൾ പിരിയാന്ന് പറഞ്ഞാൽ അദാബാണ്. എപ്പോഴും ഐക്യം വേണം. ചുരുക്കത്തിൽ അള്ളാഹു തന്ന നിഅമത്തുകൾ. ഒരു സഹാബി പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഫറആനി റസ്സസിയാബി, അപ്പം എൻ്റെ ഡ്രസ്സ് കുറച്ചൊരു ചേറ് പിടിച്ച അത്ര ഒരു നല്ല രസമില്ലാത്തൊരു വസ്ത്രം. അപ്പോൾ റസൂൽ എന്നോട് ചോദിക്കുകയാണ്, അലക മാലുൻ, നിനക്കെന്താ പൈസ ഇല്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. തസൗഫ് തലക്ക് പിടിക്കും, സൂഫിസം. തബ്ലീഗുകാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, തലക്ക് സൂഫിസം പിടിക്കും. 5000 റുപ്യൻ്റെ കുപ്പായം വാങ്ങാനുള്ള പൈസ അല്ല കൊടുത്തിട്ടുണ്ടാവും, ഇവർ 50 റുപ്യ ഇതാ വാങ്ങും. 500 പിന്നെയും കുഴപ്പമില്ല, ഒരു 50 റുപ്യ വാങ്ങി എന്ത് വായി ദുനിയാവ് ഇതെല്ലാം പോലെ. പിന്നെ എനിക്ക് എന്തിനാ അന്ന് തന്നത്? പൂട്ടി വെക്കാനാ? തിന്നൂല്ല, തീറ്റിപ്പിക്കൂല. എന്നാൽ പിന്നെ തീറ്റിപ്പിക്കുക, ആരാൾ കൊടുക്കുക, അയൽവാസിക്ക് കൊടുക്കുക, അതുമില്ല. അത് ശരിയല്ല, ആ സ്വഭാവം ശരിയല്ല. തങ്ങൾ ചോദിച്ചു, അലക മാലുൻ? ഖുൽതു നഅം യാ റസൂലല്ലാഹ്, പൈസ എല്ലാം ഉണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇദാ ആതാക അല്ലാഹു മാലൻ ഫൽയുറ അസറുഹു അലൈക, അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം നിനക്ക് കാണട്ടെ. നീ എന്തിനാ പൂഴ്ത്തി വെക്കുന്നു? അള്ളാഹു തന്നൊരു തൗഫീഖല്ലേ. നല്ല കുപ്പായെല്ലാം വാങ്ങിയിട്, നല്ലൊരു കാറെല്ലാം വാങ്ങ്, നല്ലൊരു ഷൂ എല്ലാം വാങ്ങിക്കോ. അസൂയക്കാർ പറയും നീ കിബറിനാണ്, അത് നീ കാര്യാക്കണ്ട. നിന്റെ ഉള്ളിൽ കിബറുണ്ടോ നീ നോക്കിയാൽ മതി. ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. യുഹിബ്ബുൽ ജമാല, സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു അയ്യറ അസറ നിഅമതിഹി അലാ അബ്ദി, അവൻ അടിമക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുടെ അടയാളം അടിമയിൽ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പൈസയൊന്നുമില്ല, മിസ്കീനാണ്, പക്ഷെ ഉള്ളത് ടിപ്പ് ടോപ്പാണ്. വെള്ളക്കുപ്പായ എന്ന് പറഞ്ഞാൽ ആ വെള്ളയായിരിക്കും. താടിയും മുടിയെല്ലാം എങ്ങനെയാ വെക്കുക? ഇങ്ങോട്ട് കുറച്ച് വലിഞ്ഞ്, പിന്നെ കുറച്ച് ഇങ്ങോട്ട് വലിഞ്ഞിട്ട് മുടി ഇങ്ങനെ, എന്നിട്ട് എന്ത് ദുനിയാവല്ലേ. അത് ദീനിനെതിരാണത്, തസവുഫാണത്, സൂഫിസാണ്. റസൂലുള്ളാഹി തങ്ങൾ എണ്ണ തേച്ച് മുടി ചീകി താടി ചീകി വരുമ്പം കുട്ടപ്പം വരുന്ന പോലെ ഉണ്ടാവും, സുന്ദര കുട്ടപ്പൻ. സഹാബാക്കൾ പറഞ്ഞല്ലേ, എന്തൊരു സൗന്ദര്യമായെന്ന് അറിയോ. നമ്മൾ 14-ാം രാവിൻ്റെ ചന്ദ്രനെ ഇങ്ങനെ നോക്കും, റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹ് അതിനേക്കാൾ മനോഹരമാണ് റസൂലുള്ളാഹിൻ്റെ മുഖം. അതുകൊണ്ട് ടിപ്പ് ടോപ്പായിരിക്കണം വസ്ത്രവും. അതൊന്നും കിബറല്ല. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യം. ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, എൻ്റെ ഒരു ചങ്ങാതി യുഹിബ്ബു അൻ യകൂന നഅലുഹു ഹസനൻ, നല്ല വിലയുള്ള ചെരിപ്പിടാൻ ഇഷ്ടപ്പെടുന്നു, നല്ല കുപ്പായം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അത് കിബറാകുമോ? റസൂലുള്ളാഹി പറഞ്ഞില്ല, അത് കിബറല്ല. ഓനെ അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. കിബറെന്ന് പറഞ്ഞാൽ ഒന്ന് ബത്റുൽ ഹഖി, സത്യം മൂടി വെക്കുക. ഒരു കാര്യത്തിൽ ഇതാണ് ഹക്കെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ഫോളോ ചെയ്യാതിരിക്കുക, അത് കിബറാണ്, അഹങ്കാരാണ്. രണ്ട് വഗംതുന്നാസ്, അന്യനെ തന്നെക്കാൾ താഴ്ന്നവനായി കാണുക, ഇതാണ് കിബർ. അല്ലാണ്ട് അള്ളാഹു തന്ന നിയമത്തിനനുസരിച്ച് ജീവിക്കൽ കിബറല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് യുവാക്കളോട്, അല്ലെങ്കിൽ നമ്മളിൽ ചെറിയവരോട്, നമ്മുടെ അടുത്ത തലമുറയോട് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളിൽ അതുണ്ടാവണം. ഇവരൊക്കെ പറഞ്ഞ പോലെ ഞാനങ്ങനെ ചെയ്യലുണ്ട്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറയാൻ സാധിക്കണം. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.